ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാരംഭ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ നടത്തിയ അതിവേഗ പ്രതികരണം ലോക സൈനിക വിശകലകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ട അമേരിക്ക-ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ പ്രത്യാഘാതം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് വെറും തിരിച്ചടിയല്ല, ദീർഘകാലം തയ്യാറാക്കിയ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ പ്രായോഗിക പ്രകടനമാണെന്ന വിലയിരുത്തലാണ് പല സുരക്ഷാ നിരീക്ഷകരുടെയും. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി ലക്ഷ്യങ്ങൾ നേരിട്ടതായി IRGC അവകാശപ്പെട്ടു. US സൈനിക കേന്ദ്രങ്ങൾ, ഇസ്രായേലിലെ സൈനിക അധിസ്ഥാനങ്ങൾ, പ്രധാന വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമാക്കിയെന്നാണ് ഇറാന്റെ പ്രസ്താവന. ടെൽ നോഫ് എയർബേസ്, ടെൽ അവീവിലെ സൈനിക ആസ്ഥാനം എന്നിവ ആക്രമണപരിധിയിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കൂടാതെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനെ പോലും കപ്പൽവിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു എന്ന അവകാശവാദം ഇറാന്റെ ആക്രമണശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കി. ഇറാന്റെ ഈ പ്രതികരണം ഒരു ആകസ്മിക നടപടി മാത്രമല്ലെന്നതാണ് സൈനിക വിശകലനങ്ങളുടെ പ്രധാന നിഗമനം. വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത അസമമായ യുദ്ധതന്ത്രങ്ങളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സാങ്കേതികമായി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും പരമ്പരാഗത യുദ്ധരീതികളെ മറികടക്കുന്ന രീതിയിൽ ഇറാൻ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിന്റെ കേന്ദ്രശക്തിയാണ് IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സ്. 15,000 മുതൽ 20,000 വരെ സൈനികർ ഉൾപ്പെടുന്ന ഈ വിഭാഗം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പ്രധാന നിയന്ത്രണ കേന്ദ്രമാണ്. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ ആയുധശേഖരത്തിൽ വലിയ തോതിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെ പശ്ചിമേഷ്യയിലെ നിരവധി പ്രദേശങ്ങൾ ഇറാന്റെ ആക്രമണപരിധിയിലേക്കെത്തുന്നു. ഖൈബർ ഷെയ്ക്കാൻ പോലുള്ള പുതിയ തലമുറ മിസൈലുകൾ ഉയർന്ന വേഗതയിലും അവസാന ഘട്ടത്തിൽ ദിശ മാറ്റാനുള്ള കഴിവിലും ശ്രദ്ധേയമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിലെ ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നാണ് ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ. പാറക്കെട്ടുകളുടെയും ശക്തമായ കോൺക്രീറ്റിന്റെയും അടിയിൽ നിർമ്മിച്ച ഈ സമുച്ചയങ്ങളിൽ മിസൈലുകൾ സൂക്ഷിക്കുകയും തയ്യാറാക്കുകയും പിന്നീട് ട്രക്ക് ലോഞ്ചറുകൾ വഴി വിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത്തരം സംവിധാനങ്ങൾ പരമ്പരാഗത വ്യോമാക്രമണങ്ങൾ കൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. മുൻപ് നടന്ന ആക്രമണങ്ങളിൽ പ്രവേശന കവടങ്ങൾ മാത്രമേ ലക്ഷ്യമാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഈ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്നു. IRGCയുടെ ശക്തി മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോൺ സാങ്കേതികവിദ്യ ഇറാന്റെ യുദ്ധരീതിയെ തന്നെ മാറ്റിമറിച്ച ഘടകമാണ്. ഷാഹേദ് 136 പോലുള്ള ദീർഘദൂര ഡ്രോണുകൾ കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കാൻ കഴിയുന്നതാണ് ഇറാന്റെ പ്രധാന നേട്ടം. ഏകദേശം 2000 കിലോമീറ്റർ വരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇവ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ക്ഷീണിപ്പിക്കുന്ന സാച്ചുറേഷൻ ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാം. വില കുറഞ്ഞെങ്കിലും തന്ത്രാത്മകമായി വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ആയുധങ്ങളായതിനാൽ ശക്തരായ രാജ്യങ്ങൾക്കെതിരായ അസമമായ പ്രതിരോധത്തിന്റെ ഉദാഹരണമായി ഇവയെ കാണുന്നു. കടൽ മേഖലയിലും ഇറാൻ പ്രത്യേക തന്ത്രം പിന്തുടരുന്നു. IRGC നാവികസേന പേർഷ്യൻ ഗൾഫിലും ഹോർമുസ് കടലിടുക്കിലും പ്രവർത്തിക്കുന്ന ചെറിയ വേഗ ബോട്ടുകളുടെ വലിയ ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. ടോർപിഡോകളും കപ്പൽ വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകൾക്ക് പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ സേന പരിശീലിക്കപ്പെട്ടത്. സമുദ്രഗതാഗതം നിയന്ത്രിക്കാൻ മൈനുകൾ വിന്യസിക്കുന്ന ശേഷിയും ഇറാന്റെ തന്ത്രാത്മക ശക്തിയായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച സൈനിക സമീപനം പരമ്പരാഗത ശക്തി പ്രദർശനമല്ല, മറിച്ച് ദീർഘകാല പ്രതിരോധ തത്വത്തിന്റെ ഫലമാണ്. വലിയ സൈനിക ശക്തികളോട് നേരിട്ടേറ്റുമുടുന്നതിനു പകരം ദീർഘകാല സമ്മർദ്ദവും സ്ഥിരമായ ആക്രമണശേഷിയും നിലനിർത്തുന്ന രീതിയാണ് ഇറാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ശക്തമായ വ്യോമ പ്രതിരോധവും താന്ത്രിക മേൽക്കൈയുമുള്ള രാജ്യങ്ങൾ നേരിട്ടിട്ടും IRGCയുടെ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുന്നതെങ്ങനെ എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടിയെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉയരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പ്രതിരോധശേഷി പ്രാദേശിക ബലസമവാക്യങ്ങളെ പുതുക്കിയെഴുതുന്ന ഘടകമായി മാറുകയാണ്. സാങ്കേതികമായും സാമ്പത്തികമായും കൂടുതൽ ശക്തരായ എതിരാളികൾക്കെതിരെ പോലും സ്വയം നിലനിൽക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്ത രാജ്യമായി ഇറാൻ സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ ആഗോള പോളിറ്റിക്സിന്റെ ദിശ നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല.